നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ തുർക്കിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. ഒരു കടുത്ത പോരാട്ടം ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള യോഗ്യത സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ മത്സരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ഗോളുകൾക്കായിരുന്നു പോർച്ചുഗൽ പരാജയപ്പെടുത്തിയിരുന്നത്. ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ തുർക്കിയെ നേരിടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ 2 പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, തന്റെ സഹതാരങ്ങൾക്കൊപ്പം ട്രെയിനിങ് നടത്തുന്ന ചില ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: യൂണിറ്റി, ഫോക്കസ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്നാണ്. അതായത് ഐക്യത്തോടു കൂടി ഈ മത്സരത്തിൽ കളിക്കുക, വളരെ ശ്രദ്ധാലുക്കളായി കൊണ്ട് കളിക്കുക, കമ്മിറ്റ്മെന്റോട് കൂടി കളിക്കുക, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തങ്ങൾ ഉള്ളത് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റൊരു ചിത്രം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പ്രിപ്പയർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ. അതായത് തയ്യാറായി കഴിഞ്ഞു, അദ്ദേഹം ഈ ഒരു മത്സരത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ആദ്യ മത്സരത്തിൽ ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിയാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി ഗോളുകളൊക്കെ സ്വന്തമാക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 6 യൂറോ കപ്പ് ടൂർണമെന്റുകൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 39-കാരനായ റൊണാൾഡോ ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിലെങ്കിലും അദ്ദേഹം അക്കൗണ്ട് തുറക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.